ഓഗസ്റ്റ് 15-ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാനും നല്ല അടിപൊളി ഫോട്ടോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ChatGPT ഓപ്പൺ ചെയ്തു, ആഡ് ഫോട്ടോസ് കൊടുത്തു, നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ നമ്മളിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന എല്ലാ ഫോട്ടോസിൻ്റെയും പ്രോംപ്റ്റ് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ്. ഇവിടെ കാര്യമായ എഡിറ്റിംഗ് ഒന്നും ചെയ്യാനില്ല. യങ് ഇന്ത്യൻ കിഡ് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അവിടെ മാറ്റി ഒരു ബോയ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഒരു ഗേൾ ആണെങ്കിൽ അവിടെ ഗേൾ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരെ സബ്മിറ്റ് കൊടുക്കുക. ഇതേ ഫോട്ടോയും പ്രോംപ്റ്റും ഉപയോഗിച്ച് ജെമിനി വെച്ചും നമുക്ക് ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഫോട്ടോ ആഡ് ചെയ്തു, പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. ജെമിനിയിൽ വളരെ പെട്ടെന്ന് ഇമേജ് ജനറേറ്റ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമേജിൽ നിന്ന് ഇതിൻ്റെ ഫേസ് കുറച്ച് വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ChatGPT വെച്ച് ചെയ്ത ഇമേജ് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ കൊടുത്ത ഇമേജിൻ്റെ മുഖത്തിലൊന്നും യാതൊരു മാറ്റവും വരാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫോട്ടോ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം. ChatGPT ഓപ്പൺ ചെയ്തു, നമ്മൾ ഇമേജ് സെലക്ട് ചെയ്തു, പ്രോംപ്റ്റ് ഇതൊരു വലിയ പ്രോംപ്റ്റാണ്, ഇവിടെ പേസ്റ്റ് ചെയ്തു. വലിയ പ്രോംപ്റ്റ് ആണെങ്കിൽ നമുക്കിതിൽ കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നേരെ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇത് വലിയ പ്രോംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇമേജ് ജനറേറ്റ് ആവാൻ കുറച്ച് അധികം സമയം എടുക്കുന്നുണ്ട്. ജനറേറ്റ് ആയ ഇമേജാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് അടുത്ത ഇമേജ് നോക്കാം. ChatGPT വഴി തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തു. ഇത് കുറച്ച് വലിയ പ്രോംപ്റ്റ് തന്നെയാണ്. നമ്മളിവിടെ ഇന്ത്യൻ മാൻ എന്നുള്ള സ്ഥലത്ത് മാത്രം എഡിറ്റ് ചെയ്യുന്നു. അവിടെ അത് മാറ്റി പകരം ബോയ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് നേരെ സബ്മിറ്റ് കൊടുക്കുന്നു. നമ്മുടെ അടിപൊളി ഇമേജ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം. 4ാമത്തെ ഫോട്ടോ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫോട്ടോ ആഡ് ചെയ്തു. ഇവിടെ ഇന്ത്യൻ ബോയ് എന്നുള്ളത് മാറ്റി ഒരു ഗേളിൻ്റെ ചിത്രമായതുകൊണ്ട് നമ്മളിവിടെ ഗേൾ എന്ന് സെലക്ട് ചെയ്തു. നേരെ സബ്മിറ്റ് കൊടുക്കുന്നു. ചെറിയൊരു പ്രോംപ്റ്റാണ്. നമുക്ക് ഫോട്ടോ നോക്കാം. ഈ സെയിം പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്കിവിടെ 2 ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ചെറിയ ഡിഫറൻസ് ഉള്ള 2 ഇമേജാണ് നമുക്കിവിടെ സെറ്റായി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ഇമേജ് നോക്കാം. ഇമേജ് ആഡ് ചെയ്തു. മോളുടെ ഫോട്ടോ ആണ് ഇവിടെ. പ്രോംപ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ്. ഇവിടെ ക്യൂട്ട് ബേബി ഗേൾ എന്നുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. നേരെ സബ്മിറ്റ് കൊടുക്കുക. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി 6ാമത്തെ ഫോട്ടോ ജനറേറ്റ് ചെയ്യാം. ഫോട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തു. നേരെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ യങ് ഇന്ത്യൻ ബോയ് എന്നുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. നേരെ സബ്മിറ്റ് കൊടുക്കുക. ഫോട്ടോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 7ാമത്തെ ഫോട്ടോ നമുക്ക് നോക്കാം. ഫോട്ടോ ആഡ് ചെയ്തു, പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇവിടെ യങ് ഇന്ത്യൻ ബോയ് എന്നുള്ളതാണ് ഉള്ളത്. അതുപോലെ ജയ് ഹിന്ദ്, ജയ് ഭാരത്, അതൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തി നമുക്ക് വേറെ എന്തെങ്കിലും ടൈറ്റിൽസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നേരെ സബ്മിറ്റ് കൊടുക്കുന്നു. നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡിയാണ്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്